ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. 2020 കടമ്മനിട്ട പുരസ്കാരം നേടിയതാര്? KG ശങ്കരപ്പിള്ള. 2020 കടമ്മനിട്ട പുരസ്കാരം നേടിയതാര്? KG ശങ്കരപ്പിള്ള. കേരളത്തിലെ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാര്? പിണറായി വിജയൻ. കേരളത്തിലെ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാര്? പിണറായി വിജയൻ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര്? S. മണികുമാർ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര്? S. മണികുമാർ. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? വിശ്വാസ് മേത്ത. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? വിശ്വാസ് മേത്ത. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായി ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായി ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. മിയാവാക്കി സമ്പ്രദായം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെറുവനങ്ങളുടെ സൃഷ്ടി. മിയാവാക്കി സമ്പ്രദായം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെറുവനങ്ങളുടെ സൃഷ്ടി. ജലനയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമേത്? മേഘാലയ. ജലനയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമേത്? മേഘാലയ. ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് ഒഴിവാക്കിയ ആദ്യ പ്രദേശമേത്? ഡൽഹി. ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് ഒഴിവാക്കിയ ആദ്യ പ്രദേശമേത്? ഡൽഹി. ഭാരത് കി ലക്ഷ്മി കാമ്പയിനിൻ്റെ ലക്ഷ്യമെന്ത്? പുത്രിമാരെ ആദരിക്കൽ. ഭാരത് കി ലക്ഷ്മി കാമ്പയിനിൻ്റെ ലക്ഷ്യമെന്ത്? പുത്രിമാരെ ആദരിക്കൽ. ബംഗാൾ ഉൾക്കടലിൽ 2021 മെയ് അവസാന വാരം രൂപം കൊണ്ട ചുഴലിക്കാറ്റേത്? യാസ്. ബംഗാൾ ഉൾക്കടലിൽ 2021 മെയ് അവസാന വാരം രൂപം കൊണ്ട ചുഴലിക്കാറ്റേത്? യാസ്. 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ചിറ്റയം ഗോപകുമാർ. 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ചിറ്റയം ഗോപകുമാർ. ഇന്ത്യയിൽ കണ്ടെത്തിയ COVID-19 വകഭേദം ഏത്? ഡെൽറ്റ. ഇന്ത്യയിൽ കണ്ടെത്തിയ COVID-19 വകഭേദം ഏത്? ഡെൽറ്റ. ചൊവ്വ ഗ്രഹത്തിലിറങ്ങിയ സുറോങ് റോവർ ഏത് രാജ്യത്തിൻ്റേതാണ്? ചൈന. ചൊവ്വ ഗ്രഹത്തിലിറങ്ങിയ സുറോങ് റോവർ ഏത് രാജ്യത്തിൻ്റേതാണ്? ചൈന. 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാര്? ആൻഡ്രിയ മൈസ. 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാര്? ആൻഡ്രിയ മൈസ. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് ആര്? വി കെ രാമചന്ദ്രൻ.
സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് ആര്? വി.കെ. രാമചന്ദ്രൻ. 2021 മെയ്യിൽ അന്തരിച്ച സുന്ദർലാൽ ബഹുഗുണ ഏത് രംഗത്താണ് പ്രശസ്തനായത്? പരിസ്ഥിതി സംരക്ഷണം. 2021 മെയ്യിൽ അന്തരിച്ച സുന്ദർലാൽ ബഹുഗുണ ഏത് രംഗത്താണ് പ്രശസ്തനായത്? പരിസ്ഥിതി സംരക്ഷണം. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ആര്? ജെന്നി ജെറോം. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ആര്? ജെന്നി ജെറോം. നീതി ആയോഗിൻ്റെ 2020-21 സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്തിയ സംസ്ഥാനമേത്? കേരളം. നീതി ആയോഗിൻ്റെ 2020-21 സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്തിയ സംസ്ഥാനമേത്? കേരളം. ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റാണ് ഐസക് ഹെർസോഗ്? ഇസ്രായേൽ. ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റാണ് ഐസക് ഹെർസോഗ്? ഇസ്രായേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരമായി മാറുന്ന കെവാഡിയ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരമായി മാറുന്ന കെവാഡിയ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷമേത്? 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷമേത്? 1600. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? കാനിങ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആര്? കാനിങ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മംഗൾ പാണ്ഡെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മംഗൾ പാണ്ഡെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ സംഘടന രൂപവത്കരിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ സംഘടന രൂപവത്കരിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെട്ട സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കപ്പെട്ട നാട്ടുരാജ്യമേത്? ഹൈദരാബാദ്. ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെട്ട സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കപ്പെട്ട നാട്ടുരാജ്യമേത്? ഹൈദരാബാദ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച വർഷമേത്? 1956. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച വർഷമേത്? 1956. ഇന്ത്യയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാര്? സുജത കൃപലാനി. ഇന്ത്യയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാര്? സുജത കൃപലാനി. സിംല കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. സിംല കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ച വർഷമേത്? 1972.
ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ച വർഷമേത്? 1972. നിയമനിർമ്മാണ രീതിക്ക് ഏത് രാജ്യത്തെയാണ് ഇന്ത്യൻ ഭരണഘടന മാതൃകയാക്കിയിട്ടുള്ളത്? ബ്രിട്ടൻ. നിയമനിർമ്മാണ രീതിക്ക് ഏത് രാജ്യത്തെയാണ് ഇന്ത്യൻ ഭരണഘടന മാതൃകയാക്കിയിട്ടുള്ളത്? ബ്രിട്ടൻ. പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമേത്? ഇംപീച്ച്മെൻറ്റ്. പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമേത്? ഇംപീച്ച്മെൻറ്റ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത വർഷമേത്? 1976. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത വർഷമേത്? 1976. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ. സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുള്ളതാർക്ക്? രാഷ്ട്രപതി. സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിടാൻ അധികാരമുള്ളതാർക്ക്? രാഷ്ട്രപതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലി ഏതു നദിയിലാണ്? ബ്രഹ്മപുത്ര. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് എന്തിൽ നിന്ന്? വടക്ക് കിഴക്ക് മൺസൂൺ. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് എന്തിൽ നിന്ന്? വടക്ക് കിഴക്ക് മൺസൂൺ. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനമേത്? കരിമണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനമേത്? കരിമണ്ണ്. ഡിഗ്ബോയ് എണ്ണഖനി ഏത് സംസ്ഥാനത്താണ്? അസം. ഡിഗ്ബോയ് എണ്ണഖനി ഏത് സംസ്ഥാനത്താണ്? അസം. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തൃതി? 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തൃതി? 1.18%. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ ഉത്ഭവിക്കുന്ന നദിയേത്? പെരിയാർ. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ ഉത്ഭവിക്കുന്ന നദിയേത്? പെരിയാർ. താഴെ പറയുന്ന നദികളുടെയും പോഷക നദികളുടെയും പട്ടികയിൽ ശരിയല്ലാത്തതേത്? ചാലിയാർ, ഷോളയാർ. താഴെ പറയുന്ന നദികളുടെയും പോഷക നദികളുടെയും പട്ടികയിൽ ശരിയല്ലാത്തതേത്? ചാലിയാർ, ഷോളയാർ. ഏത് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കാനുള്ളതാണ് തണ്ണീർമുക്കം ബണ്ട്? കുട്ടനാട്. ഏത് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കാനുള്ളതാണ് തണ്ണീർമുക്കം ബണ്ട്? കുട്ടനാട്. മൺട്രോ തുരുത്ത് ദ്വീപ് ഏത് ജില്ലയിലാണ്? കൊല്ലം. മൺട്രോ തുരുത്ത് ദ്വീപ് ഏത് ജില്ലയിലാണ്? കൊല്ലം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ഇപ്പോഴത്തെ പേരെന്ത്?
പെരിയാർ. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? പെരിയാർ. പൂഴിത്തോട് ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. പൂഴിത്തോട് ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ്? കോഴിക്കോട്. വികസന ഏജൻസിയായ അഡാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യകൃഷി. വികസന ഏജൻസിയായ അഡാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യകൃഷി. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏത്? കാസർഗോഡ്. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്? GV രാജ. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്? GV രാജ. തിരുവിതാംകൂറിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്? അക്കമ്മ ചെറിയാൻ. ഭാരത കേസരി പട്ടം നൽകി രാഷ്ട്രപതി ആദരിച്ച നവോത്ഥാന നായകനാര്? മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി പട്ടം നൽകി രാഷ്ട്രപതി ആദരിച്ച നവോത്ഥാന നായകനാര്? മന്നത്ത് പത്മനാഭൻ. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചതാര്? കുമാര ഗുരുദേവൻ. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചതാര്? കുമാര ഗുരുദേവൻ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര്? വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര്? വക്കം മൗലവി. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂര്. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂര്. ഇന്ത്യയും മറ്റേത് രാജ്യവും ചേർന്ന് വികസിപ്പിച്ച മിസൈലാണ് ബ്രഹ്മോസ്? റഷ്യ. ഇന്ത്യയും മറ്റേത് രാജ്യവും ചേർന്ന് വികസിപ്പിച്ച മിസൈലാണ് ബ്രഹ്മോസ്? റഷ്യ. ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് വാദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബല. ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് വാദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബല. ലോക്സഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാര്? മീര കുമാർ. ലോക്സഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാര്? മീര കുമാർ. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? മുംബൈ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? മുംബൈ. ശരീരനിർമ്മിതി, വളർച്ച എന്നിവയ്ക്ക് സഹായകമായ പ്രധാന ആഹാര ഘടകമേത്? പ്രോട്ടീൻ. ശരീരനിർമ്മിതി, വളർച്ച എന്നിവയ്ക്ക് സഹായകമായ പ്രധാന ആഹാര ഘടകമേത്? പ്രോട്ടീൻ. നെല്ലിക്കയിൽ സമൃദ്ധമായുള്ള വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി.
നെല്ലിക്കയിൽ സമൃദ്ധമായുള്ള വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. ഏത് വിളയുടെ സങ്കര ഇനമാണ് പ്രിയങ്ക? പാവൽ. ഏത് വിളയുടെ സങ്കര ഇനമാണ് പ്രിയങ്ക? പാവൽ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പിസികൾച്ചർ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പിസികൾച്ചർ. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷമേത്? 1973. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷമേത്? 1973. താഴെ പറയുന്നവയിൽ രാസമാറ്റം ഏത്? പഞ്ചസാര ചൂടാക്കുക. താഴെ പറയുന്നവയിൽ രാസമാറ്റം ഏത്? പഞ്ചസാര ചൂടാക്കുക. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമേത്? പ്രോക്സിമ സെൻറ്റോറി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമേത്? പ്രോക്സിമ സെൻറ്റോറി. താഴെ പറയുന്നവയിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാത്ത ഉപകരണമേത്? ഷേവിംഗ് മിറർ. താഴെ പറയുന്നവയിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാത്ത ഉപകരണമേത്? ഷേവിംഗ് മിറർ. താഴെ പറയുന്നവയിൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥമുള്ള മൂലകമേത്? ഹൈഡ്രജൻ. താഴെ പറയുന്നവയിൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥമുള്ള മൂലകമേത്? ഹൈഡ്രജൻ. pH മൂല്യം 7 എന്തിനെ സൂചിപ്പിക്കുന്നു? നിർവീര്യ വസ്തു. pH മൂല്യം 7 എന്തിനെ സൂചിപ്പിക്കുന്നു? നിർവീര്യ വസ്തു. ബാസിലസ് കാൽമെറ്റ്-ഗറിൻ എന്താണ്? ക്ഷയരോഗ വാക്സിൻ. ബാസിലസ് കാൽമെറ്റ്-ഗറിൻ എന്താണ്? ക്ഷയരോഗ വാക്സിൻ. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. താഴെ പറയുന്നവയിൽ ആൻറ്റിസെപ്റ്റിക്കിന് ഉദാഹരണമേത്? ഈഥൈൽ ആൽക്കഹോൾ. താഴെ പറയുന്നവയിൽ ആൻറ്റിസെപ്റ്റിക്കിന് ഉദാഹരണമേത്? ഈഥൈൽ ആൽക്കഹോൾ. ലോകത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായി അറിയപ്പെടുന്നത് ഏത്? പെനിസിലിൻ. ലോകത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായി അറിയപ്പെടുന്നത് ഏത്? പെനിസിലിൻ. താഴെ പറയുന്നവയിൽ ഫംഗസ് രോഗമേത്? ചുണങ്ങ്. താഴെ പറയുന്നവയിൽ ഫംഗസ് രോഗമേത്? ചുണങ്ങ്. താഴെ പറയുന്നവയിൽ മനോജന്യ ശാരീരിക രോഗമേത്? രക്താതിസമ്മർദ്ദം. താഴെ പറയുന്നവയിൽ മനോജന്യ ശാരീരിക രോഗമേത്? രക്താതിസമ്മർദ്ദം. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള അപകടകാരിയായ രാസവസ്തു ഏത്? നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള അപകടകാരിയായ രാസവസ്തു ഏത്? നിക്കോട്ടിൻ. ബോഡി മാസ് ഇൻഡെക്സ് എത്ര അളവിൽ കൂടിയാലാണ് അമിതവണ്ണം എന്ന വിഭാഗത്തിൽ വരിക? 30. ബോഡി മാസ് ഇൻഡെക്സ് എത്ര അളവിൽ കൂടിയാലാണ് അമിതവണ്ണം എന്ന വിഭാഗത്തിൽ വരിക? 30. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ
സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങിയവയുടെ ചികിത്സാ ചെലവ് വഹിക്കുന്ന സർക്കാർ പദ്ധതി ഏത്? താലോലം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങിയവയുടെ ചികിത്സാ ചെലവ് വഹിക്കുന്ന സർക്കാർ പദ്ധതി ഏത്? താലോലം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏത്? ആശ്വാസകിരണം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏത്? ആശ്വാസകിരണം. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.